വരാൻ പറഞ്ഞെന്നറിയോ? എന്റെ വാക്ക് പാലിക്കാനാ. താലി കെട്ടുകൂടി നീ ചെയ്യണമെന്ന് വാശി പിടിച്ചു ഞാൻ. നീ പക്ഷെ അതനുസരിച്ചു. ഇന്നലെ തന്നെ ഗാഥയെ എവിടെ എത്തിക്കാമെന്നുള്ള എന്റെ കരാറ് പാലിക്കാനായിട്ട് എനിക്കായില്ല. സോറി. ഇപ്പൊ നിനക്ക് പോവാം. മാഡം, ഇന്ന് നവീൻ ഇവിടെയല്ലേ? നവീനും ഗാഥയും ഇന്നു മുതൽ ജീവിച്ചു തുടങ്ങട്ടെ എന്നാ എന്റെ തീരുമാനം. ഒരുപാട് നന്ദിയുണ്ട് മാഡം. എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോവാലോ? പൊയ്ക്കോളൂ. പോകുമ്പോ ഇവിടെ നടന്നതെല്ലാം ഒരു ദുസ്വപ്നം പോലെ നീ അങ്ങ് മറന്നേക്കണം. ജീവിതത്തിൽ ഒരിക്കലും കളരിക്കൽ കുടുംബത്തിലുള്ള ഒരാളുടെയും മുന്നിൽ ചെന്ന് പെടാൻ പാടില്ല. അങ്ങനെ നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അബദ്ധം സംഭവിക്കുകയും എന്റെ മകളുടെ ജീവിതത്തിന് ഒരു ബാധ്യതയായി തീരുകയും ചെയ്ത അതൊരിക്കലും ക്ഷമിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. അത് പ്രതീക്ഷിക്കരുത്. ഇല്ല മാഡം, എന്റെ അമ്മയുടെ അസുഖം മാറിയ അമ്മയുമായി ഞങ്ങളുടെ നാട്ടിലേക്ക് പോവും. പിന്നീട് ഒരിക്കലും മാഡത്തിനെയോ മാഡത്തിന്റെ മകളെയോ ബുദ്ധിമുട്ടിക്കാൻ വരില്ല. സത്യം. ചില നേരങ്ങളിൽ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ട് പെരുമാറിയിട്ടുണ്ട്. ചിലപ്പോ ആ പെരുമാറ്റം വളരെ ക്രൂരവുമായിട്ടുണ്ട്. അത് എന്റെ മകളെക്കുറിച്ചുള്ള ആദി കൊണ്ട് മാത്ര. അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പുറത്തേക്കു. അമ്മമാരുടെ മനസ്സിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും മാഡം. എന്റെ അമ്മയുടെ അടുത്തുനിന്ന് ഞാനത് കണ്ടിട്ടുള്ളതാ. അതുകൊണ്ട് എനിക്ക് ഒരു പരാതിയുമില്ല. കുറച്ചെങ്കിലും മേഡത്തിന് എന്നെ മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ കരുതുന്ന. അർഹതയില്ലാത്തതൊന്നും ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അർഹതയില്ലാത്തതൊന്നും എന്റെ മനസ്സിലുമില്ല. ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ഇതുവരെ ഉള്ളതൊന്നും എന്റെ കൂടെ ഉണ്ടാവില്ല. സത്യം. ശരി,